ചെറുപ്പം മുതലേ അമ്മച്ചി എന്താ പറയുക ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളേക്ക് നോക്കിയത്. വീട്ടിലെ സാഹചര്യം കൊണ്ട് നമ്മൾ പഠിച്ചതും വളർന്നതെല്ലാം ഒരു ഓർഫണേജിൽ നിന്നിട്ടാണ്. വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ 5-10 ദിവസം നമ്മൾ വീട്ടിൽ പോയി നിൽക്കും. നമുക്ക് വേണമെങ്കിൽ ഫുൾ ആ ഒരു വെക്കേഷൻ പീരീഡ് ഫുള്ള് നിൽക്കും. പക്ഷേ വീട്ടിൽ നമുക്ക് അതിനുള്ളൊരു ഇതില്ല. എന്നിട്ട് പറയുക ഫിനാൻസായിട്ട് നമുക്ക് എന്തിനു പറയുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് എന്തെങ്കിലും തന്നാലാണ് നമ്മൾ. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും അമ്മച്ചി വാർക്ക് പണിക്ക് പോയിട്ടൊക്കെയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. സാഹചര്യങ്ങൾ നമുക്ക് ചെറുപ്പം മുതലേ നമുക്ക് അറിയാം. നമ്മൾ അത് അങ്ങനെ കണ്ടു വളർന്നിക്കണമെങ്കിൽ പിന്നെ നമുക്ക് വാശി പിടിക്കാറില്ല. നമ്മൾ ഇപ്പോൾ ഒരു ജോഡി ഡ്രസ്സ് കിട്ടാനോ അങ്ങനെ അല്ലെങ്കിൽ ഒരു നല്ലൊരു ബാഗ് കിട്ടാനോ ഒന്നും ഞാൻ ഇന്ന് വരെ വാശി പിടിച്ചുള്ളൂ. അത് വീട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അമ്മച്ചി ഇന്ന് വരെ കേരളം വിട്ട് പുറത്തേക്കൊന്നും പോയിട്ടൊന്നുമില്ല. തൃശ്ശൂർ ജില്ല വിട്ട് അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. ഇപ്പൊ കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ എന്നാലും ബിനു, ഞാൻ ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കുന്നില്ല. ബിനു ആണ് നമ്മുടെ വിന്നർ ആയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ടു യു ബിനു. അമ്മയെ ഉറപ്പായിട്ടും വിളിച്ചു പറയണം ഇത്തവണ അങ്ങനെ ഹിറ്റ് FM-ലൂടെ അമ്മ ഈ ഒരു നഗരം കാണാൻ വരികയാണ്. സന്തോഷം, ഭയങ്കര സന്തോഷമായി. ഹിറ്റ് FM വഴി ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നതിന് എല്ലാവരോടും ഭയങ്കര നന്ദിയുണ്ട്.